ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഒന്നും അതുപോലെ നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ആളുകൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ടും പല ആളുകളും നമ്മളോട് പറയുന്ന ഒരു കംപ്ലയിൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് ബുക്സ് വായിക്കുന്നുണ്ട്, ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ സാധിക്കാതെ വരാറുള്ളത്? അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അല്ലേ? അതെന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടതുകൊണ്ടോ ഒരുപാട് ബുക്സ് വായിച്ചത് കൊണ്ടോ മാത്രം നമുക്കൊരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കില്ല. കാരണം നമ്മളെപ്പോഴും ചെറിയ കുട്ടികളുടെ ഒരു എക്സാമ്പിളാണ് പറയാൻ പോകുന്നത്. ചെറിയ കുട്ടികളാണെങ്കിൽ അവർ നടക്കാൻ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കിടന്നതുകൊണ്ട് മാത്രം നടക്കാൻ പഠിക്കുന്നില്ല അല്ലേ? ആദ്യം അവർ കൈയിട്ടടിക്കും, പിന്നെ കാലിട്ടടിക്കും, പിന്നെ അതൊന്ന് കമന്ന് കിടക്കാൻ ശ്രമിക്കും. കമന്ന് കിടന്നതിന് ശേഷം മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കും. അങ്ങനെ നീങ്ങിയതിന് ശേഷം പിന്നെ മുട്ടിലെഴയാൻ ശ്രമിക്കും, പിന്നെ എണീറ്റിരിക്കും, പിന്നെ അതിന് ശേഷം എണീറ്റ് നിൽക്കും. അതിന് ശേഷമാണ് പിടിച്ച് നടക്കാൻ തുടങ്ങുന്നത്. ഇനി നടക്കാൻ തുടങ്ങിയാലാണെങ്കിൽ തന്നെ ഒരുപാട് തവണ വീണതിന് ശേഷമായിരിക്കും നടക്കാൻ പഠിക്കുക അല്ലേ? അപ്പോൾ അതുപോലെയാണ് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നമ്മുടെ സ്ഥിതിയും. നമ്മളിപ്പോൾ മലയാളീസ് ആയതുകൊണ്ട്, മലയാളീസിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഒരു എക്സാമ്പിളാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ മാതൃഭാഷയിൽ നിന്ന് നമുക്ക് മാറി പെട്ടെന്ന് വേറൊരു ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് ഇതേ കുട്ടികളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് 0 സ്റ്റേജിലായിരിക്കാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒറ്റയടിക്ക് കുറച്ച് വീഡിയോസ് കണ്ടതുകൊണ്ടോ കുറച്ച് ബുക്സ് വായിച്ചത് കൊണ്ടോ മാത്രം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് വേണം? പറയണമെങ്കിൽ വേർഡ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സംസാരിച്ചത് കൊണ്ട് മാത്രമേ, അതായത് പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് മാത്രമേ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുകയുള്ളൂ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ച് കഴിഞ്ഞാൽ നമുക്ക് പതിയെ നമ്മുടെ ആ ഒരു ലെവൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതിന് സഹായകമായ രീതിയിൽ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറഞ്ഞ ചെറിയ സെൻറ്റൻസുകളാണ്. അതായത് കുഞ്ഞു വാക്യങ്ങൾ നമുക്ക് പലപ്പോഴും വലിയ സെൻറ്റൻസുകൾ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞു സെൻറ്റൻസുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊട്ട് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമുക്ക് നേരെ സെൻറ്റൻസിലേക്ക് പോവാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഐ പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അതായത് നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാം. നീ ഈ പരീക്ഷയിൽ ഇന്ന മാർക്ക് വാങ്ങിയാൽ ഞാൻ ഇന്ന സാധനം വാങ്ങിത്തരും എന്നൊക്കെ പറയൂ അല്ലേ? ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങിത്തരും എന്നൊക്കെ പറയുന്നുണ്ടാവാം. അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് എങ്ങനെ പറയാം? ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അതിനാണ് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഐ പ്രോമിസ്. ഇനി അടുത്തത് യുദ്ധം ചെയ്യരുത്. പല വെക്കേഷൻ സമയത്ത് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ തമ്മിലുണ്ടാവുന്ന ഒരു പരിപാടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും ബഹളമായിരിക്കും ഫുള്ള്. അപ്പം നമ്മൾ എന്ത് പറയും അവരോട്? ഡോണ്ട് ഫൈറ്റ്. യുദ്ധം ചെയ്യരുത്. ഡോണ്ട് ഫൈറ്റ്. യുദ്ധം ചെയ്യരുത്. അടുത്തത് എന്നെ വിശ്വസിക്കുക. എങ്ങനെ പറയാം? ബിലീവ് മീ. എന്നെ വിശ്വസിക്കുക അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കൂ എന്നുള്ള അർത്ഥമൊക്കെ വരാവുന്ന രീതിയിലാണ് ബിലീവ് മീ. മടിയനാകരുത്. അതെങ്ങനെ പറയാം? ഡോണ്ട് ബി ലേസി. മടിയനാകരുത്. ഡോണ്ട് ബി ലേസി. ഇനി അടുത്തത് ശ്രദ്ധാലുവായിരിക്കുക. അതെങ്ങനെ പറയാം? ബി കെയർഫുൾ. ശ്രദ്ധാലുവായിരിക്കുക. ബി കെയർഫുൾ. വേഗത്തിലാക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വേഗത്തിലാക്കാൻ പറയൂ അല്ലേ? ഹറിയപ്പ്. വേഗത്തിലാക്കുക. വേഗത്തിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹറിയപ്പ്. ഇനി മറ്റെന്തെങ്കിലും എനിത്തിങ് എൽസ്. എനിക്ക് അറിയാം. ഐ നോ. എനിക്കറിയില്ല എന്നാണെങ്കിലോ? ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഇത് വൃത്തിയാക്കുക. ക്ലീൻ ഇറ്റ്. ഇത് വൃത്തിയാക്കുക. എന്നെ സഹായിക്കൂ. ഹെൽപ്പ് മീ. എന്നെ സഹായിക്കൂ. ഇനി അത് മറക്കുക. forget it. അത് മറക്കുക. forget it. ഇനി അടുത്തത് ഇതെടുക്കുക. take it. ഇത് എടുക്കുക. take it.
ആവശ്യമില്ല, ആവശ്യമില്ല. നോട്ട് റിക്വയർഡ്, നോട്ട് റിക്വയർഡ്, ആവശ്യമില്ല, നോട്ട് റിക്വയർഡ്. മാറി നിൽക്കുക, മാറി നിൽക്കുക. മൂവ് അസൈഡ്, മൂവ് അസൈഡ്. ഒരു സൈഡിലേക്ക് മാറി നിൽക്കാനൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? മൂവ് അസൈഡ്, മാറി നിൽക്കുക. ഇനി അത് ചെയ്യൂ, അത് ചെയ്യൂ. ഡു ദാറ്റ്, ഡു ദാറ്റ്, അത് ചെയ്യൂ. ഡു ദാറ്റ്. എല്ലാം ശരി, എല്ലാം ശരി. ഓൾ റൈറ്റ്, ഓൾ റൈറ്റ്, എല്ലാം ശരി. ഓൾ റൈറ്റ്. ഇത് വാങ്ങുക, ഇത് വാങ്ങുക. ബൈ ദിസ്, ബൈ ദിസ്, ഇത് വാങ്ങുക. ഇത്രയെങ്കിലും, ഇത്രയെങ്കിലും. അറ്റ്ലീസ്റ്റ്, ഇത്രയെങ്കിലും. അറ്റ്ലീസ്റ്റ്, അറ്റ്ലീസ്റ്റ്. ഇനി മുന്നോട്ട് നീങ്ങുക, മുന്നോട്ട് നീങ്ങുക. മൂവ് അഹെഡ്, മൂവ് അഹെഡ്, മുന്നോട്ട് നീങ്ങുക. ഇനി ആരാണിത് തകർത്തത്? ആരാണിത് തകർത്തത് അല്ലെങ്കിൽ ആരാണിത് പൊട്ടിച്ചത് എന്നൊക്കെ ചോദിക്കില്ലേ? ഹു ബ്രേക്ക് ഇറ്റ്, ഹു ബ്രേക്ക് ഇറ്റ്. ആരാണിത് തകർത്തത് അല്ലെങ്കിൽ ആരാണിത് പൊട്ടിച്ചത്? ഹു ബ്രേക്ക് ഇറ്റ്. നല്ലതല്ല, നല്ലതല്ല. അതെങ്ങനെ പറയും? നോട്ട് ഗുഡ്, നോട്ട് ഗുഡ്. ഇനി ഇത് നല്ലതാണെന്ന് എങ്ങനെ പറയാം? ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഗുഡ്. നല്ലതല്ലാന്നോ എങ്ങനെ പറയും? നോട്ട് ഗുഡ്, നോട്ട് ഗുഡ്. നമുക്ക് പോകാം, നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഇനി വലത്തോട്ട് തിരിയുക, വലത്തോട്ട് തിരിയുക. ടേൺ റൈറ്റ്, ടേൺ റൈറ്റ്. വലത്തോട്ട് തിരിയുക, ടേൺ റൈറ്റ്. ഇനി ഇടത്തോട്ട് തിരിയുകയാണെങ്കിലോ? ഇടത്തോട്ട് തിരിയുക. ടേൺ ലെഫ്റ്റ്, ടേൺ ലെഫ്റ്റ്. ഇടത്തോട്ട് തിരിയുക, ടേൺ ലെഫ്റ്റ്. എനിക്ക് പോകാമോ? എനിക്ക് പോകാമോ എങ്ങനെ പറയാം? കെൻ ഐ ഗോ, കെൻ ഐ ഗോ. എനിക്ക് പോകാമോ? കെൻ ഐ ഗോ. തയ്യാറാകൂ, തയ്യാറാകൂ. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകാൻ റെഡി ആവാൻ പോവുകയാണ്, അപ്പം പോകാൻ തയ്യാറാകൂ. പെട്ടെന്ന് എങ്ങനെ പറയാം? ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. പോകാൻ തയ്യാറാകുക അല്ലെങ്കിൽ തയ്യാറാകുക എന്നുള്ള മീനിങ് വരുന്നതാണ് എൻ്റെ ഗെറ്റ് റെഡി. എൻ്റെ കൈ പിടിക്കുക, എൻ്റെ കൈ പിടിക്കുക. ഹോൾഡ് മൈ ഹാൻഡ്, ഹോൾഡ് മൈ ഹാൻഡ്. എൻ്റെ കൈ പിടിക്കുക. ഹോൾഡ് മൈ ഹാൻഡ്, ഹോൾഡ് മൈ ഹാൻഡ്. എൻ്റെ കൈ പിടിക്കുക. സന്തോഷത്തിലായിരിക്കുക, സന്തോഷത്തിലായിരിക്കുക. ബി ഹാപ്പി, സന്തോഷത്തിലായിരിക്കുക. ബി ഹാപ്പി. ഇനി അടുത്തതെന്ന് പറയുന്നത് വളരെ സങ്കടകരം, വളരെ സങ്കടകരം. എങ്ങനെ പറയാം? സോ സാഡ്, സോ സാഡ്. വളരെ സങ്കടകരം, സോ സാഡ്. സോ നമ്മളിന്നൊരു 30 സിമ്പിൾ സെൻറ്റൻസസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതായത് നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകൾ പലപ്പോഴും നമുക്ക് വലിയ സെൻറ്റൻസുകൾ പഠിക്കുന്ന സമയത്ത് ആവശ്യമായിട്ട് വരും. പിന്നെ ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ സിമ്പിൾ സെൻറ്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ സെൻറ്റൻസുകൾ നമുക്ക് ഇനി വരുന്ന വീഡിയോസിലും ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കത് റിപ്പീറ്റേഷനായിട്ട് തോന്നും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ടൈം വലിച്ചു നീട്ടി പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പം അത്രയും നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കും. അപ്പം കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മാക്സിമം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് പെട്ടെന്ന് പറയുന്നത്. എങ്കിലും ഞാൻ 2-3 തവണ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ബോറടി ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. നമ്മുടെ വ്യൂവേഴ്സിന് അതുപോലെ നമ്മളെ ഉദ്ദേശിച്ച് പഠിക്കാൻ വരുന്ന ആളുകൾക്ക് മാക്സിമം കണ്ടൻറ്റ് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. തുടർന്നുള്ള വീഡിയോകളിലും നിങ്ങൾക്ക് ഇതിൻ്റെ റിപ്പീറ്റേഷനായിട്ടുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും കൂടി എത്തിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അതാത് സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതാരും മറന്നു പോകണ്ട, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻസ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. ഇനിയും അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.